പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകളെ, ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകളെ, ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണേ. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ദൈവവേദന എപ്പോഴും നീ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നിന്നെ ഓൺ ചെയ്യണം. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ക്ലിൻ്റൺ അച്ഛനോട് പറയണ ഇതാണ്. ഞങ്ങൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇത് ഈശോൻ്റെ കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും പറയണത്. അപ്പോൾ ഞാൻ പറയും, ദൈവം നമ്മളെ ഓൺ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞില്ല. ബൈബിൾ മുഴുവനും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമാണ്. ഈശോയ്ക്ക് തന്നെ നല്ല പവർഫുൾ കോൺഷ്യസ് ആയിരുന്നു. ഈശോ പറയവേ, പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് പിതാവായ ദൈവം ഈശോൻ്റെ മേൽ ഒരു ഒഫീഷ്യൽ സീൽ ചെയ്തിരിക്കുകയാണ്, അംഗീകാര മുദ്ര. എന്താണ്? ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിത്യജീവന് വേണ്ടിയും സ്വർഗത്തിന് വേണ്ടിയും ഈശോനെ ബ്രാൻഡ് ചെയ്ത് സീൽ ചെയ്തിരിക്കുകയാണ്. ഇതുപോലൊരു സീലിംഗ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് കിട്ടിയാലേ കാര്യങ്ങൾ എളുപ്പമാകും. ഒപ്പിട്ട മതം സീല് ചെയ്യണം. ഇപ്പം ചില ആൾക്കാർക്ക് ഞാൻ ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴല്ല, ഞാൻ ധൃതിക്ക് ആൾക്കാരെല്ലാം എപ്പോഴും മേടയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടിയാണല്ല, പല പല വിഷയങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒപ്പിടും, സീൽ ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ചിലക്കത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് റിജക്റ്റ് ആകുമ്പോൾ തിരിച്ചു വരും, എൻ്റെ അച്ഛ ഇതിന് സീലില്ലെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ സീല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒപ്പേ നിൽക്കത്തില്ലെന്ന് അർത്ഥം. ഒപ്പേ നിൽക്കത്തില്ല, സീലിങ് വേണം. ഇപ്പം നിങ്ങളെ ന്യായസ്ഥാനപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത് ഒരു ഒപ്പാണ്. സീല് വേറെയാണ്. സീല് ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണം, അതാണ് പ്രശ്നം. നിങ്ങളെ വിശ്വസിക്കണത് ഒരു ഒപ്പാണത്. ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണത് ഒരു സീലാണ്. അതാണ് അംഗീകാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഇത്രയും ലാഗിങ് ഒന്നുമില്ല. ഉടമ്പടിയുടെ സ്പീഡ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിന് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നിടത്ത് വെച്ചാണ്. അതായത് നമ്മളിൽ ദൈവത്തിന് ഒരു വിശ്വാസം തോന്നിയാൽ അപ്പം സീലായി. നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. ഇത് പ്രധാനപ്പെട്ട ഒരു പദാർത്ഥം മാത്രമായ ഒരു ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള വരവും പോക്കുമാണെന്ന് ദൈവത്തിന് തോന്നും. അപ്പോൾ സീലാകത്തില്ല. ഉടമ്പടി സീലാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട സീല് പതിയത്തില്ലല്ല. ചിലയിടത്ത് ഈ മഷി കുറഞ്ഞു പോകണ കാരണം സീല് പതിയത്തില്ല. എന്താ കാരണം? ദൈവത്തിന് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്തറിയാൻ പറ്റും? ഇത് തൽക്കാലത്തേക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള വരവും പോക്കുമാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. പിന്നെ ദൈവവും ഇല്ല, ആരുമില്ല. അത് അറിയാം. അപ്പം സീല് പതിയത്തില്ല. അങ്ങനെയാണ് നോക്കണം. ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയോ ആക്ഷേപിക്കുകയൊന്നുമല്ല. നിങ്ങൾക്ക് എത്രയും വേഗം ഇത് കൺകറൻ്റ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഉപായം പറഞ്ഞു തരികയാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല.
ഒരു ഉപായം പറഞ്ഞ് ഇൻ കേസ് ഒരു പദാർത്ഥം മാത്രമായിട്ടുള്ള പ്രസക്തി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കണം. പദാർത്ഥം മാത്രമായിട്ടാണോ ഞാൻ ദൈവത്തെ സമീപിക്കുന്നത്? ഈ പദാർത്ഥം മാത്രമായിട്ടൊക്കെ ചിന്തിക്കണമെന്ന് പറയുന്നത് എന്തൊരു പരിമിതിയാണെന്നറിയാമോ? അച്ഛനിന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പിശാച് കർത്താവിനോട് പറഞ്ഞില്ലേ ഈ കല്ലുകളോട്, അതിനെക്കുറിച്ച് അച്ഛൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. എന്താ തിരിച്ചെന്ന് വെച്ചാൽ പിശാചിൻ്റെ സങ്കല്പ ദാരിദ്ര്യം കണ്ടില്ലേ? പിശാചിന് മാക്സിമം സങ്കല്പിക്കാൻ പറ്റണത് വിശന്നാൽ ഒരു കല്ലെടുത്ത് അത് അപ്പമാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തിക്കുക. വളരെ വളരെ ചൈൽഡിഷായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഈ ജഗതി ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഈ കായലെല്ലാം മാറിയെങ്കിൽ അതിനകത്തുള്ള മീനെല്ലാം വറുത്ത മീനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണ പോലെ പോയി പിശാച് ചിന്തിച്ചത്. അത്രയ്ക്ക് സങ്കല്പ ദാരിദ്ര്യമാണ്. കല്ലുകളോട് അപ്പമാകാൻ. അപ്പോൾ എൻ്റെ മനസ്സിന് ഞാൻ അവിടെ നോട്ട് ബുക്ക് കൊണ്ടുപോകുന്ന വെച്ച് എഴുതാൻ തുടങ്ങി. എന്താ എഴുതാൻ തുടങ്ങിയത് നിങ്ങൾ കണ്ടേ ഞാൻ എഴുതുന്നത്? എന്താ എഴുതാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുന്ന സൂത്രപ്പണി മാത്രമേ പിശാചിന് സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഒരു മേ ബി ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയാം. പക്ഷേ ആധ്യാത്മികത അതിനേക്കാൾ വലുതാണ്. കല്ലില്ലെങ്കിലും അപ്പമില്ലെങ്കിലും നിന്നെ നിലനിർത്താൻ കഴിയുക. ദൈവത്തിന് ജോലിയില്ലെങ്കിൽ, നീ വിവാഹം കഴിച്ചില്ലെങ്കിലും, നിങ്ങൾക്ക് മക്കളില്ലെങ്കിലും, നിങ്ങൾക്ക് വീടില്ലെങ്കിലും സന്തോഷത്തോടെ നിങ്ങൾ നിലനിർത്താൻ കഴിയും. നീ ദൈവത്തിന് കണ്ടീഷൻഡായിട്ട് മക്കളെ കിട്ടിയ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം എന്നാണ് അവസാനിച്ചത്. മാതാവിൻ്റെ മുമ്പിൽ വന്ന് ആ മോള് പറഞ്ഞു കേട്ടില്ലേ, എന്താണ്, ഒന്നെങ്കിൽ 20 വർഷമായി ഞാൻ കുഞ്ഞിന് വേണ്ടി ദൈവങ്ങളുടെ എല്ലാം നടക്കണം. അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒന്നെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തന്നാം. അമ്മ ആ മാസം അവൾക്ക് കുഞ്ഞിനെ കൊടുത്ത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ ആരാണെന്ന് മനസ്സിലായി. പക്ഷേ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കരുത്. അപ്പോൾ ഈ കല്ലപ്പമാക്കാൻ പറഞ്ഞ പോലെ പിശാചായിട്ട് നിങ്ങളെ കണക്കാക്കുന്നുള്ളൂ. ദൈവത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഭൗതിക യാഥാർത്ഥ്യത്തെ, നമുക്ക് ഒരു പദാർത്ഥത്തെ നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ ആസ്വദിക്കാനുള്ള പരുവമാക്കി തരിക എന്നുള്ള ഒരു മിനിമം പരിപാടിയാണ് നിങ്ങൾ ദൈവത്തിന് കൊടുത്തതെങ്കിൽ ദൈവത്തെ ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പറ്റത്തില്ല. ഒരനുഗ്രഹ ദാതാവായി മാത്രം ദൈവത്തെ കാണുമ്പോൾ സ്വാഭാവികം നിങ്ങളുടെ റിലീജിയസ് ലൈഫ് തന്നെ ഭയങ്കര പദ്ധതിക്കാകും. ഞാൻ എന്താ എഴുതിക്കൊണ്ടിരുന്നതെന്നറിയാമോ? ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ വചനങ്ങളാണ്. ഈ പ്രോഗ്രാങ്ങളെല്ലാം കഴിയുമ്പോൾ ഈ പിശാച് ഈശോനെ പ്രലോഭിപ്പിക്കാൻ പോണതിന് മുമ്പ് പിശാച് മറന്നുപോയൊരു ഭാഗമുണ്ട്. എന്താ കാര്യം? കല്ലില്ലെങ്കിൽ അപ്പമില്ലെങ്കിൽ ഇവൻ ജീവിക്കുമെന്നുള്ളത് അവൻ അനുഭവം കൊണ്ട് പഠിച്ചിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവനെന്താ പറഞ്ഞിരിക്കണത്? ലുക്കാൻ്റെ സുവിശേഷം 4:2 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലുക്കാ സുവിശേഷം 4:2. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. 40 ദിവസം അവൻ അവിടെ കഴിഞ്ഞുകൂടി. ഓക്കെ. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടാ സംഭവം ഇതാണ്. അതായത് 40 ദിവസം അവൻ ഭക്ഷിക്കാതിരുന്നിട്ടും പാനം ചെയ്യാതിരുന്നിട്ടും അവന് വിശപ്പൊരു പ്രശ്നമേ അല്ലായിരുന്നു. ആ ടൈം കഴിഞ്ഞപ്പോഴാണ് അവൻ വിശന്നത്. അപ്പോൾ ഈ 40 ദിവസം എന്തുകൊണ്ടാണ് അവന് വിശക്കാതിരുന്നത്? ദാറ്റ് ഈസ് അനോയിൻറ്റിങ്. അതാണ് അനോയിൻറ്റിങ് എന്ന് പറയണത്. അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള സാധനമാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്സ്. അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള എന്താണ്? അത് ബ്ലെസ്സിങ്സ് പദാർത്ഥം മാത്രവും മെറ്റീരിയലാണ്. അത് മാനുഷികമാണ്. ഈ മാനുഷികമായിട്ടുള്ള അനുഭവ തലങ്ങൾക്ക് അപ്പുറത്തുണ്ട്. എന്താണ്? നീ 40 ദിവസവും 40 രാവും അവൻ ഒന്നും ഭക്ഷിക്കുകയോ ഒന്നും കുടിക്കുകയോ ചെയ്തില്ല. ആ കാലം കഴിഞ്ഞപ്പോൾ, അത് അഭിഷേകത്തിൻ്റെ ആ കാലം കഴിഞ്ഞപ്പോഴാണ് അവനെ വിശന്നത്. അപ്പോൾ അവിടെ കല്ലില്ലെങ്കിലും അപ്പമില്ലെങ്കിലും അവൻ 40 ദിവസം സുഭിക്ഷമായിട്ട് തന്നെയാണ് ഇവിടെ ഭക്ഷണം കഴിച്ചതുപോലെ ജീവിച്ചത്. എൻ്റെ മക്കളെ, ഇത് വേറെ ഒരു ലെവലാണ്. നിങ്ങളെ ഉടമ്പടിയിൽ അന്വേഷിക്കേണ്ടത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ അങ്ങനെ പേര് ഞാൻ പറഞ്ഞു, എന്താ, അതായത് ഒരു മനുഷ്യരോടൊരു സാക്ഷ്യം പറഞ്ഞു. ജോർജ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞു, കായംകുളത്തുകാരൻ ജോർജ് ഇമ്മാനുവൽ.
ജോറി ഇമ്മാനുവേൽ 33 വർഷമായിട്ട് കടലിൽ മർച്ചൻ്റ് നേവിയിലാണ്. 33 വർഷമായിട്ട് മർച്ചൻ്റ് നേവിയിലാണ്. കക്ഷിക്ക് ഇന്ന് വരെ 12 കമ്പനി മാറിയിട്ടുണ്ട്. 33 വർഷം. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു 3 കൊല്ലം 3.5 കൊല്ലമൊക്കെ കമ്പനി നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവർ ഡിസ്മിസ് ചെയ്യുക ഈ സാധനത്തിന്. അത് കാരണം വീടും വെക്കാൻ ഒത്തിയിട്ടില്ല. എവിടെയെങ്കിലും ഉറച്ചു നിന്നാലല്ലേ വീട് വെക്കുകയോ എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകുക. 33 കൊല്ലം. ഇപ്പം 6 കൊല്ലം തന്നെ മത്സ്യനവി പോയി കഴിഞ്ഞാൽ കൊടീശ്വരം വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 33 കൊല്ലം ചെയ്ത് പുള്ളിക്കാരൻ ഒരിടത്ത് ഒന്നും എത്തിയിട്ടില്ല. അവസാനം ഉടമ്പടി ചെയ്ത് 33 വർഷത്തെ ഈ മറൈൻ ലൈഫും കഴിഞ്ഞ് 12 കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക മാറി. ഇപ്പോൾ ഇവിടെ വന്ന ശേഷം ഈ പുള്ളിക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശയായി. കാര്യം പുള്ളിയുടെ കൂടെ ഉള്ള അവിടെ കപ്പലേക്ക് കയറിയ ആൾക്കാരൊക്കെ ഇന്ന് എവിടെ ഇരിക്കണം, പുള്ളി അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വ്യത്യാസം, സങ്കടം, നിരാശ. പുള്ളി ഒന്ന് ഉടമ്പടി ചെയ്ത് ഈ നിരാശ പറഞ്ഞാൽ നമുക്കുള്ള മാർഗം എന്താ? ഉടമ്പടി ചെയ്ത ശേഷം വന്നിട്ട് എന്നോട് ചോദിച്ച് വാട്ട് ഹാപ്പൻ ടു മീ, എന്താണ് എൻ്റെ കുഴപ്പം വച്ചാന്ന് ചോദിച്ച്. അപ്പോൾ ഞാനത് എൻ്റെ ഈ മറൈൻ പാസ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു അവനോട് മുൻചുണ്ടി അവസാനിപ്പിക്കാൻ പറയാൻ പറഞ്ഞു. എനിക്ക് ഇയാളെ ആദ്യം കാണുകയാണ്. ഞാൻ പറഞ്ഞു മുൻചുണ്ടി അവസാനിപ്പിക്കാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ചാട്ടമോ പരിപാടിയാണ്. ഒരു വീട്ടിൽ പോലും സമാധാനത്തിൽ ഒരാൾ നമ്മുടെ സമയം കുറച്ച് കഴിയുമ്പോൾ ഉടക്കി പിരിയും. അപ്പം അത് ആ മനുഷ്യൻ്റെ ഒരു കുറവാണ്. അത് ആധ്യാത്മിക ജീവിതത്തിന് മാത്രമല്ല ഭൗതിക ജീവിതത്തിന് ഇതുപോലെ കുറവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എത്തത്തില്ല. ഇപ്പോൾ കത്തോലിക്ക പള്ളിയിൽ ഇപ്പോൾ നോൻപ് കാലമാണ്. കർത്താവിന് പീഡാനുഭവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇങ്ങനെ എന്നെ കൊണ്ടുവരണം തോന്നുന്നത്. നിങ്ങളും ചിന്തിക്കണം നല്ലതാണ്, കുറവുകളെ അന്വേഷിക്കണം നല്ലതാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോഴേ എടുത്തു കഴിഞ്ഞ് അച്ഛനെ കാണാൻ വരുമ്പോഴല്ല, അച്ഛനെ കാണുന്ന മുമ്പ് തന്നെ കർത്താവിനോട് ചോദിക്കണം എനിക്ക് വല്ല കുറവുണ്ടോ. മനസ്സിലായില്ലേ? അച്ഛനെ കാണുമ്പോൾ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് മാത്രമേ എനിക്ക് പരിഭവമുള്ളൂ. ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. പക്ഷേ പിന്നെ ചിലരോട് മിണ്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. സീരിയസ് വിഷയമാണെങ്കിൽ ഞാൻ ടൈം എടുത്ത് അതിന് മെസ്സേജ് എടുത്ത് മറുപടി പറയും. കാര്യം അവർക്കത് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് അവരെന്നെ പരീക്ഷിക്കാനാണ് ചോദിക്കണമെങ്കിലും ഞാൻ മിണ്ടത്തില്ല. അവർക്കിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ മിണ്ടത്തില്ല. എവിടെയാണ് ഈ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടത്ത് നിൽക്കണ കാണുമ്പോൾ യൂദയായിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകാനാണ് പറഞ്ഞത്. അതായത് ചിലർക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദൈവം നമ്മളോട് സംസാരിക്കും, ഒരു സംശയമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ തീരുമാനം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കേവലമായിട്ട് നിൽക്കണം. കേവലമായിട്ട് കർത്താവേ നീ എന്ത് പറഞ്ഞാൽ അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നാണെങ്കിൽ, അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാ കാര്യത്തിലും നിങ്ങളോടും അങ്ങനെ തന്നെയായിരിക്കും. ഇതങ്ങനെയല്ല, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യും. നിങ്ങൾക്കിഷ്ടമുണ്ട്, പക്ഷേ അത് എൻ്റെ അതൊരു ചെറിയൊരു മനസാക്ഷിക്കുത്ത് എന്തോ കിടപ്പുണ്ട്. അതിന് ദൈവത്തിൻ്റെ കൺകറൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അറിഞ്ഞെങ്കിൽ അത് കൊള്ളാമല്ലോ, അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവർ വെറുതെ ആൾക്കാരെ വന്ന് പണി മേടിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ആണ് സമയം. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മെസ്സേജിൻ്റെ കാര്യത്തിലേ. ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുസ്വാദം വരല്ലേ. കർത്താവിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ മെൽട്ടാകണം. അത്രയും ദൈവസ്നേഹം ഉണ്ടാകണം. എൻ്റെ മക്കളെ സത്യം പറയണം, നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടായാൽ മാത്രം മതി. വേറെ അപ്പത്തേനും നിങ്ങൾ ഉടമ്പടിയിലാകും. വെർച്വൽ ഉടമ്പടി എന്ന് നമ്മൾ പറയത്തില്ലേ, വെർച്വൽ ഉടമ്പടി, ഫിസിക്കൽ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്. ഇവിടെ വെർച്വൽ ഉടമ്പടിയുണ്ട്. വെർച്വൽ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ദൈവത്തോട് പ്രണയം തോന്നി ദൈവത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമാകുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയിലായി. വെർച്വൽ ഉടമ്പടി എന്ന് പറയും അതിനെ. ഓൺലൈൻ കാലത്തേക്ക് കോടതിയിലൊക്കെ നടന്നത് വെർച്വൽ ആയിട്ടുള്ള ഡിസിഷൻ വിസ്താരമൊക്കെ നടന്നത് ഓൺലൈനിൽ. അപ്പോൾ ഇതുപോലെ നമ്മളെ ഫിസിക്കലായിട്ട് ചെയ്യാതെ തന്നെ നമ്മൾക്ക് ദൈവവുമായിട്ട് ഉടമ്പടിയിലാകാൻ പറ്റും. കാര്യം ഉടമ്പടി ഒരു ശാശ്വതമായ യാഥാർത്ഥ്യമാണ്. അതിന് അന്തസത്യം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ
മനുഷ്യരെ സേവിച്ച് ശുശ്രൂഷ ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടിയെടുത്ത എല്ലാവരുടെയും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷേ ഈ വിർച്വൽ ഉടമ്പടിക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ അതിനെ പദാർത്ഥം, അത് ഫിസിക്കൽ ഉടമ്പടിയായിട്ട് എന്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യണത്? അതിൻ്റെ അകത്ത് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് വിർച്വൽ ഉടമ്പടിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ല, കുറവാണ്. കാര്യം നിങ്ങൾ ഇത് ചെയ്തിരിക്കണത് ഡു യു മീൻ ഇറ്റ്, നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് തോന്നണം. നിങ്ങൾ അതായത് ഒരാൾക്ക് വിർച്വൽ ഉടമ്പടി ചെയ്ത് ദൈവവുമായിട്ട് അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിന് പരിമിതികളുണ്ട്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കമ്പൽസറി ആയിട്ടുള്ള മെഷീനറി മെഷേഴ്സ് ഇല്ല. ഈ ഉടമ്പടി ഫിസിക്കൽ ഉടമ്പടി മാത്രമേ കമ്പൽസറി ഫിസിക്കൽ മെഷീനറി മെഷേഴ്സ് ഉള്ളത്. എന്തൊക്കെയാണുള്ളത്? നിങ്ങൾ രോഗികളെ പോയി കാണണം, ഇല്ലേ? അവന് ബൈബിള് വായിക്കണം, ദൈവസ്നേഹത്തോടെ വായിക്കണം. പിന്നെ നിങ്ങളുടെ അധ്വാന ബലം പാവത്തുങ്ങളുമായിട്ട് പങ്കുവെക്കണം. ഈ പങ്കുവെപ്പിൻ്റെ ഒരു വലിയ മഹോത്സവമാണ് ഇപ്പം നടക്കുന്നത്. ഒരു മാസം 10,000 പേർ ഉടമ്പെടുക്കുമെങ്കിൽ ഈ 15,000 പേരും തങ്ങളുടെ സമ്പത്തുകൾ ഇല്ലാത്തവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അത്രയും മനുഷ്യർ തന്നെ ഭക്ഷണം പങ്കുവെക്കുന്നു, വസ്ത്രം പങ്കുവെക്കുന്നു, പണം പങ്കുവെക്കുന്നു, പഠനങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ പങ്കുവെപ്പിൻ്റെ വലിയൊരു ലോകം. ഇതെല്ലാം നമ്മൾ മുദ്രയായിട്ട് മാറുകയാണ്. അപ്പോൾ ദൈവത്തിന് അറിയാം നമ്മൾ സീരിയസ് ആണെന്നറിയാം. ദൈവത്തിന് വിർച്വൽ ഉടമ്പടി നമ്മൾ സീരിയസ് ആണെന്ന് അറിയത്തില്ല. അത് നിങ്ങളങ്ങനെ ആന്തരികം എടുക്കുന്ന മാനസികമായൊരു തീരുമാനമല്ലേ. അത് മനസ്സമ്മതം പോലെ വരും, കല്യാണമല്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ അതൊരു ഫിസിക്കൽ അഫെയറായിട്ട് മാറുകയാണ്. തീർത്ഥാടന ഉടമ്പടിയിൽ അതൊരു ഫിസിക്കൽ അഫെയറായിട്ട് മാറും. നിങ്ങളത് വീട്ടിൽ പോയി കഴിയുമ്പോഴും ഉടമ്പടി തന്നെയാണ് ജീവിക്കണത്. അപ്പോൾ ദൈവത്തെ മനസ്സിലാകും നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് ചെയ്യണത്. നിങ്ങളുടെ വിഷയത്തെക്കാൾ ദൈവത്തിൻ്റെ വചനം നടപ്പിൽ വരുത്തുന്നതിന് എപ്പോഴാണ് നിങ്ങൾക്കൊരു മുൻതൂക്കം കിട്ടുന്നത്, അപ്പം മുതൽ ഉടമ്പടി ആളി കത്താൻ തുടങ്ങും. ഇപ്പം ചില ആൾക്കാർ പാവത്തുങ്ങൾക്ക് ആശുപത്രി കൊണ്ടുപോയി മരുന്നിന് അവരുടെ ബില്ലിൻ്റെ പൈസ അടക്കണം എന്ന് വെച്ചാൽ അങ്ങനെ അടക്കും. മറ്റൊക്കെ ആശുപത്രിയിലുള്ള കെയർ ടേക്കേഴ്സിന് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കണം, വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം എന്നൊക്കെ. എന്നാലും ചിലർ പറയും കൈവിട്ട് കളിക്കേണ്ട, എങ്ങനെ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടിയില്ല, പിന്നെ എന്ത് ചെയ്യും, കയ്യിരിക്കാൻ കൂടി പോകത്തില്ലേ. ഇങ്ങനെ ചിന്തിക്കണ ഒത്തിരി പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇതിനാണ് ഭയങ്കര പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി നമുക്ക് ദൈവാനുഗ്രഹം നമ്മുടെ അക്കൗണ്ടിൽ വരണത് വരെ കൈവിട്ട് കളിക്കത്തില്ല. ഇതിങ്ങനെ ഈ പെരിച്ചാഴികളുടെ എണ്ണ ഒരു 90% വരും. 90% എന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹം വന്നു ചേരണ വരെ കൈവിട്ട് കളിക്കത്തില്ല. എന്നിട്ട് പറയണ ഇവരെന്താ പറയണത്, അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ കൈ ഉള്ള കൂടി പോകില്ല ഇപ്പം എന്ന് പറയും. അപ്പോൾ ദൈവത്തെ നിങ്ങളുടെ നക്കാപ്പിച്ച കാശ് കൊണ്ട് അളന്ന് നോക്കും. അതോടുകൂടി ദൈവം മുട്ടുകാല് തല്ലി കുടിക്കും. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പണ്ടാരത്തിന് ഇങ്ങോട്ട് വിളിച്ചാന്ന് ചോദിക്കും ദൈവം. നിങ്ങൾക്ക് വീട്ടിലെങ്ങാനും കുത്തിയിരിക്കാൻ പാടില്ലെന്ന് ചോദിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ജോജോ പാല എന്ന് പറഞ്ഞൊരു മകൻ സാക്ഷി പറഞ്ഞായിരുന്നു.
എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ചില സാക്ഷ്യങ്ങൾ മാതാവ് എന്നോട് പറയും, ജസ്റ്റ് ലിസൺ ഇറ്റ് എന്ന് പറയും. കാര്യത്തിൽ മാതാവിൻ്റെ സ്വന്തം സാക്ഷ്യങ്ങളുണ്ടാകും. ദൈവം ഈ മനുഷ്യരാശിയോട്, ദൈവം ഒരു സാക്ഷ്യങ്ങൾ പലതരമാണ്. ദൈവം ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയോട് മാത്രം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോക്കൽ കമ്മ്യൂണിക്കേഷനുള്ള സാക്ഷ്യങ്ങളുണ്ടാവും. ദൈവം എൻ്റെ ഹ്യൂമാനിറ്റിയോട് സംസാരിക്കുന്ന സാക്ഷ്യം ഉണ്ടാവും. എക്കാലവും അത് സാർവജനീനമായിരിക്കും, സാർവകാലികമായിരിക്കും. എല്ലാ കാലങ്ങളും സത്യമായിരിക്കും, എല്ലാ ജനങ്ങൾക്കും അത് സത്യമായിരിക്കും. ഒരു പ്രാദേശികതയ്ക്കപ്പുറത്തായിരിക്കും അതിൻ്റെ സാക്ഷ്യം. ജോജോയുടെ സാക്ഷ്യം അങ്ങനെ ഒരു സാർവജനീനമായ ഒരു സാക്ഷ്യമാണ്. സാക്ഷ്യം ഇത്രയേ ഉള്ളൂ. പുള്ളി മൂത്രം ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. ചെറിയൊരു സംഭവമാണ്. പുള്ളി മൂത്രം ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയ പോലെ പുള്ളിക്ക് തോന്നി. അതൊരു വല്ലാത്ത തോന്നലായി, ഒരു ഒന്നൊന്നര തോന്നലായി. അതെന്താണെന്ന് പറയുക, അങ്ങനെയുടെ സാക്ഷ്യം തുടങ്ങണത് നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ അങ്ങനെ പറയണത്, ഞാൻ 25 വർഷമായി UK സെറ്റിൽഡാണ് എൻ്റെ ഭാര്യയുമായിട്ട്. എൻ്റെ മക്കളും 2 പേരും അവിടെ ജനിച്ചവരാണ്. അവർക്ക് കല്യാണം കഴിച്ചു, അവർക്ക് ജോലിയുണ്ട്. എൻ്റെ മക്കൾക്ക് ജോലിയുണ്ട്, എനിക്കിപ്പോഴും ജോലിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. ഞങ്ങൾക്ക് പണത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷമായ രീതിയിൽ ആണ് അവിടെ ജീവിച്ചത്. അപ്പോൾ നോക്കിയ ഒരു മനുഷ്യന് വീടിന് വീട്, മേൽത്തരം ഭയം പറയുന്നുണ്ട്, മേൽത്തരം ഭവനങ്ങൾ, മേൽത്തരം വാഹനങ്ങൾ. ഓരോ സമയത്തും സമയത്ത് കമ്പനി ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയാണല്ല, ഈ കുറേ പണമായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് അവരെക്കാൾ മെച്ചമായ ജീവിതം ആരാണ് ജീവിക്കണമെന്ന് നോക്കിയിട്ട് അവരുപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒപ്പം അപ്ഡേറ്റ് ചെയ്യും. മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ നമ്മളെക്കാൾ മെച്ചമായിട്ടുള്ള ആരാണ് ജീവിക്കണത് നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും താഴേക്ക് നോക്കും. നമ്മൾ അനിയൻ ചിലപ്പോഴും ഇപ്പോഴും പശുവിനെയും വളർത്തി നടക്കണുണ്ടാവും, അവർ നോക്കത്തില്ല, അവർ തിരക്കത്തില്ല. ഭാര്യയുടെ ആങ്ങളമാരെങ്ങനെ ജീവിക്കണമെന്ന് നോക്കും. അതാണ് പ്രശ്നം. സ്വന്തം കൂടപ്പുറപ്പ് എങ്ങനെ ജീവിക്കണം എന്നല്ല നോക്കണത്, ഭാര്യയുടെ ആങ്ങളമാർ. ഇപ്പോൾ അളിയനെ എങ്ങനെ കവച്ച് വെക്കാൻ പറ്റും, അതാണ്. എന്നിട്ട് ഭാര്യയുമായിട്ട് വഴക്കിടുമ്പോൾ അളിയൻ്റെ പേരാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എന്നതിൻ്റെ കേടാണ്, എപ്പോഴും എൻ്റെ ആങ്ങളെ മേശക്കഴി കയറണം എന്തിനാണ് എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ ഭാര്യയുടെ മുമ്പിൽ പുള്ളിക്ക് ഞാൻ ജോജിയുടെ കാര്യമല്ല പറയണത്, ഞാൻ പൊതുവായിട്ട് പറയണം കേട്ടോ, ആമഷ അതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ചില ഉടമ്പടി വിരുദ്ധമായ വിചാരങ്ങളെ വിചാരണ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ഇത് നിങ്ങൾ പറയുന്ന പ്രാർത്ഥനീയ രൂപങ്ങളല്ല ഈ സംഭവം. ഇത് വളരെ സൂക്ഷിച്ച് തന്ത്രപരമായിട്ട് ആണ് ഇതിനെ സമീപിക്കേണ്ടത്. ഇങ്ങനെ ഒരു ട്രേസ്, ഇപ്പം നിങ്ങളുടെ അളിയനുമായിട്ട് കോമ്പറ്റീഷനാണ്, നിങ്ങളെ അളിയൻ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണെന്ന് നോക്കിയിട്ട് ആ വണ്ടി ഞാൻ വാങ്ങിക്കണം, അപ്പം മാത്രമേ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ കുറച്ചുകൂടി ഫുൾ ഓപ്ഷനുള്ളൊരു വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ അത് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ ഭാര്യയുടെ അടുത്ത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഇവളുടെ മുമ്പിൽ ഞാൻ കുറച്ചുകൂടി ഉയർന്ന ഒരാളാകും. അപ്പോൾ നിൻ്റെ അളിയനെ ഞാൻ വെട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോഴും രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നുണ്ട് കുടുംബത്തിൽ, അളിയന്മാരുമായിട്ടാണ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മനുഷ്യന്മാരൊന്നും മാറിയിട്ടില്ല. മനുഷ്യന്മാരൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയും ഉയർന്ന ശമ്പളം മേടിക്കാൻ വേണ്ടിയും കുറേ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം കിട്ടിയെന്നല്ലാതെ ബേസിക്കായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. പഴയ സ്വഭാവം തന്നെ ഇപ്പോഴും ഉള്ളത്, പഴയ സ്വഭാവം തന്നെ. ഈ സ്വഭാവം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പം നമ്മൾക്ക് ഒന്നിലും ഇപ്പം നിങ്ങളൊക്കെ ഓരോരോ ആനുകൂല്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് അറിയാം എന്തിനാണിത്. നാട്ടുകാരുമായിട്ട് ബോൾത്ത ഉണ്ടാക്കാനാണോ, നാട്ടുകാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടിയാണോ ഇപ്പം ഈ അഭ്യാസം കാണിക്കണത് എന്ന് ചോദിക്കാൻ ദൈവം ചോദിച്ചാൽ പറയണം അങ്ങനെയല്ല, ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയണം. മനസ്സിലായില്ലേ? അല്ലെ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഒക്കെ എപ്പോഴും ഇപ്പം ഇങ്ങനെ സ്കാനിങ്, ഓട്ടോമാറ്റിക് സ്കാനിങ് നടക്കൊണ്ടിരിക്കുകയല്ലേ. ദൈവം മിക്കവാറും ചെയ്യണ പെറ്റ് സ്കാനിങ് ആയിരിക്കും മിക്കവാറും ചെയ്യണത്. കോശങ്ങളിൽ പോലും ഡാമേജ് ഉണ്ടെങ്കിൽ ദൈവം പറയും നിൻ്റെ കോശം മൊത്തം ഡാമേജ് ആണെന്ന് പറയും. ഇതൊക്കെ ഈ പെറ്റ് സ്കാനൊക്കെ ഇപ്പോഴല്ലേ ഈ മൈക്രോ മെഡിസിനൊക്കെ കണ്ടുപിടിച്ചത്. എത്രയോ വർഷം മുമ്പ് ദൈവത്തിൻ്റെ കയ്യിൽ ഈ പെറ്റ് സ്കാനുണ്ട്. നിൻ്റെ ആത്മാവിൻ്റെ കോശങ്ങൾ വരെ എന്തുമാത്രം ഡാമേജ് ആയിട്ടുണ്ടെന്ന് ദൈവം പറയും.
അതുകൊണ്ടാണ് ഉടമ്പടി താമസിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്റെ കൃപയുടെ ആഗിരണം ചെയ്യാൻ നിന്റെ കൃപ ആഗിരണം ചെയ്യുവാൻ തക്കവിധം എന്റെ ആത്മാവിന്റെ കോശങ്ങളെ അഭിഷേകസിദ്ധമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഈ അനുഗ്രഹത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എല്ലാം ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഈ ജോജിയെ പോലെ ഒരാളായി മാറുക. നിങ്ങൾക്ക് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, മക്കൾക്ക് ജോലിയുണ്ട്, മരുമക്കൾക്ക് ജോലിയുണ്ട്. ഒന്നിനും കുറവില്ലാത്ത മേൽത്തരം വീട്, മേൽത്തരം വാഹനം, മേൽത്തരം ജീവിതം. ഇത്രയും മേൽത്തരം ജീവിതമാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ ഒരു എന്താണ് ഈ ഇൻഗാസൊക്കെ ഈ എസ്കിമോയൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അവർ മഞ്ഞിൻ്റെ അകത്ത് ഉള്ള വീട്ടിൻ്റെ അകത്തൊരു ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കുമായിരിക്കും, ഈൽ വിളക്കുകൾ. അതുപോലെ ഒരു വിളക്ക് ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പണ്ട് എവിടെയോ കുടുംബത്തിൽ ജീവിച്ച കാലത്ത് കിട്ടിയ ഇത്തിരി വിശ്വാസം, അതൊരു ഈൽ വിളക്ക് പോലെ ഇതിൻ്റെ അകത്ത് കത്തുകയാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ. ദൈവത്തിൻ്റെ ഒരു കൈവെപ്പ് പോലെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വിശ്വാസം. അങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ ദൈവത്തോട് അടുപ്പമുള്ള ആളാണെന്നും പിന്നെ വീട്ടുകാരെ കൊണ്ട് തലയിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. കർത്താവ് എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് തിങ്. ആ മനുഷ്യൻ്റെ സാക്ഷി നല്ല രസമാണ് കേൾക്കാൻ. ഞാൻ ഇപ്പോഴും കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഞാൻ ദേവാലയത്തിൽ പോകുന്നുണ്ട്. ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാര്യം എനിക്ക് ജീവിതത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഇത്തിരി ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ ക്ലബ്ബിൽ പോകുന്നുണ്ട്. UK-യിലാണെങ്കിൽ ഇതിനൊന്നും കുഴപ്പമില്ല. ആരോടും ചോദിക്കത്തില്ല, എവിടെയും പോകാം, ആർക്കെവിടെയും ജീവിക്കാം. ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഈ ഭൂമി തരുന്ന ഒരു മനുഷ്യന് കൊടുക്കാവുന്ന മാക്സിമം സന്തോഷം അനുഭവം ജീവിക്കുന്നൊരു മനുഷ്യൻ പറയുകയാണ്, ഞാനിപ്പോൾ കുർബാന സ്വീകരിക്കുന്നുണ്ട്. അത് കാര്യം ഞാൻ ഇങ്ങനെ ഒരു ആചാരാനുഷ്ഠാനത്തിൽ ജീവിച്ചു പോകുന്ന കാരണം ആ പാരമ്പര്യം കളയേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ, അത് എനിക്കത്ര പ്രശ്നമല്ലെന്ന്. അതാണ് പ്രശ്നം. അതാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയം. ഈശോ എൻ്റെ അടുത്ത് ആ കുർബാന സ്വീകരണത്തിലൂടെ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ വരുന്നില്ലെങ്കിൽ സങ്കടമില്ല. അങ്ങനെ സങ്കടം മനുഷ്യരില്ല, ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ കുറവ് ഈശോ എൻ്റെ എഴുന്നള്ളി ഈ കുർബാനയിൽ എൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല എങ്കിലാണെങ്കിലും അത് കുറവായിട്ട് ഹീസ് നോട്ട് ഫീലിങ് ഇറ്റ്. ഈശോ ഒരു മനുഷ്യൻ്റെ, ആധുനിക മനുഷ്യൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? അതായത് ചട്ടപ്പടി സഭയുടെ മുമ്പിലും അച്ഛന്മാരുടെ മുമ്പിലും പള്ളിക്കാരുടെ മുമ്പിലും ഇടവക്കാരുടെ മുമ്പിലും ഹീസ് എ ഗുഡ് കാത്തലിക്. അയാൾക്കറിയാം അയാളുടെ ഹിപ്പൊക്കെ കറക്റ്റാണെന്നറിയാം. അയാൾക്കറിയാം പള്ളിയിലെ അച്ഛന്മാരുടെ മുമ്പിൽ ബിഷപ്പിൻ്റെ മുമ്പിലൊക്കെ ഹീസ് എ കാത്തലിക്, ഗുഡ് കാത്തലിക്. പക്ഷെ അയാൾക്കറിയാം ഈശോ ഒന്നും അയാളുടെ കയ്യിരിപ്പ് കാരണം ഈശോ ഒന്നും ഈ കുർബാനയിലൂടെ എൻ്റെ ഉള്ളിൽ വരുന്നില്ലെന്നറിയാം. ഇനി വരാതിരുന്നതുകൊണ്ടോ എനിക്ക് അത്രയ്ക്ക് വിഷമമൊന്നും ഇല്ല, അത് കുറവായിട്ട് പുള്ളിക്ക് തോന്നുന്നില്ല. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരാത്തത്, ഈ അനുഷ്ഠാന മാർഗങ്ങളെല്ലാം ആചരിച്ചിട്ടും വരാത്തത് ഒരു കുറവായിട്ട് തോന്നാത്ത ട്രാജഡിയെ ഇനി എന്ത് വെക്കാബററി ഉപയോഗിച്ച് പിടിക്കണമെന്ന് നമുക്കറിയത്തില്ല. അത്രയ്ക്ക് പത്തറ്റിക്കാണ് കണ്ടീഷൻ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാൻ കേൾക്കുന്ന ധ്യാനത്തിലൂടെ അങ്ങ് ഉദ്ദേശിക്കുന്നത് എൻ്റെ അന്തരാത്മാവിലേക്ക് പകർന്നു തരാൻ അമ്മേ, പരിശുദ്ധമ്മേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. ഹല്ലേലൂയ. അപ്പോഴീ പെട്ടെന്ന് ഇതെല്ലാം ഒരു കുറവുമില്ലാത്തൊരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ മൂത്രത്തിൽ കുറവ് വന്നു. അതാണ് ഒരു സ്റ്റോറി പോണ കണ്ടല്ലോ, സ്റ്റോറിയുടെ പോ കണ്ടത്. നല്ലൊരു പ്രോസ്പെറസായിട്ട് മുന്നോട്ട് പോകുന്ന സ്റ്റോറി പെട്ടെന്ന് ഇങ്ങനെ ബെൻഡാണെന്ന് നോക്കിയേ. ഒരു കുറവുകളുമില്ലാത്തൊരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ മൂത്രമൊഴിക്കുമ്പോൾ ഇത്തിരി കുറവ് വന്നു മൂത്രത്തിൽ. അപ്പം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ
അത് പോസ്ട്രേറ്റിൻ്റെ എന്തോ ഒരു സിസ്റ്റാണ്, അത് ക്യാൻസറസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ മനുഷ്യൻ അങ്ങ് ഉരുകിപ്പോയി. ഓക്കെ, ഒരു മനുഷ്യൻ പെട്ടെന്ന് ഉരുകണ കണ്ടില്ലേ, കല്ല് ഉരുകണ പോലെ ഇങ്ങനെ ഉരുകുകയാണ്. ഇനി എന്താണ്? ഇനി എൻ്റെ ദിവസങ്ങൾ ഇനി എത്രയാണ്? ഇങ്ങനെ പല ചിന്തകൾ കൊണ്ട് ഇത്രയും നാൾ ഞാൻ സമ്പാദിച്ചത് ഇനി എന്ത് ചെയ്യാനാണ്? ഇനി ആരുപയോഗിച്ചാലും ഞാൻ ഈ ലോകത്തുനിന്ന് പിരിയുകയല്ലേ? ഇങ്ങനെ പല പല ചിന്തകൾ പുള്ളിയുടെ ലൈഫ് തന്നെ ഇങ്ങനെ റെഡ്യൂസ് ഇൻറ്റു സീറോ, മൈനസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇനി എന്താണ് ഒരു മാർഗം അറിയാതെ ഇങ്ങനെ പുള്ളി ചിന്തിക്കുമ്പോൾ, പുള്ളി വൈഫ് എൻ്റെ അനിയത്തി നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത്, വൈഫിൻ്റെ അനിയത്തി നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ്, ചേട്ടനോടവൻ ചേട്ടായി, ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ചേർത്തല പള്ളിയിൽ പോയി, ചേർത്തല പള്ളിയാണ് പാലക്കാട്, ചേർത്തല പള്ളിയിൽ പോയി മാതാവിൻ്റെ ഉടമ്പടി എടുത്താണ്. ചേട്ടായി ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ മതി, ചേട്ടായി രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ഒരു തിരിയും കൊടുത്ത്, ഒരു നീല തിരിയും കൊടുത്ത്, ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊടുത്ത്. പക്ഷേ ഈ പണ്ടുണ്ടായിരുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ അങ്ങേർക്ക്, അതിപ്പോൾ അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങി. പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. ദൈവമേ, നിന്നെ ഞാൻ മറന്ന് കുറേ നാൾ ജീവിച്ചില്ലേ, എല്ലാം നീയാണ് തന്നത്, പക്ഷേ നിന്നെപ്പോലും ഞാൻ മറക്കുന്ന, നീ പോലും കുർബാനയിൽ എഴുന്നള്ളി എൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് അത് വരത്തില്ലെന്ന്, കുർബാന മാത്രമാണ് വരണത്, ആ ഓസ്തിയപ്പം മാത്രമാണ് ഞാൻ കഴിക്കണത്, നീ എൻ്റെ കൂടെ വരുന്നില്ലെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നിട്ട് പോലും എനിക്കൊരു വിഷമം തോന്നാത്ത എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാത്തിനും കൂടി ഞാൻ വിഷമിക്കുകയാണ്. നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് നാണം തോന്നണേ, എന്നെ നീ ആ അന്ത്യനിമിഷം കൈവിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. രാത്രിയും പകലും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. കാര്യം അത് അങ്ങേര് സ്വന്തമായിട്ട് ചെല്ലണ ദൈവം അങ്ങ് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത് ചൊല്ലി അഭിഷേകം പ്രാപിക്കാൻ ഒരു പ്രത്യേക ആകർഷണം പുള്ളിക്ക് കൊടുത്ത്, ഇത് കിട്ടിയ സമയത്ത് തൊട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പുള്ളി അത് ഇപ്പോൾ ഒത്തിരി പേരില്ലേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാപ്പടിച്ചിരിക്കുന്നവർ, എന്തുമാത്രം പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും സങ്കടം വന്ന് അപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പെട്ടെന്ന് നാവിൽ നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കാം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എന്ത് സംഭവമായാലും ഉടമ്പടി ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവിക പദ്ധതിയാണെങ്കിലും അതിൻ്റെ ഇന്ധനമെന്ന് പറയുന്നത് പ്രത്യക്ഷീകരണമാണ്. അതിൻ്റെ ഇന്ധനം പ്രത്യക്ഷീകരണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ സഭ ഏറ്റെടുക്കാനും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ് ഉടമ്പടി വരണത്. പക്ഷെ അതിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? പ്രത്യക്ഷീകരണമാണ്. ആ പ്രത്യക്ഷീകരണം വർക്കൗട്ട് ചെയ്യണത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ട് ഈ മനുഷ്യൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചൊല്ലി അവസാനം ഒരു ദിവസം പോയി രണ്ടാമതൊരു സ്കാൻ ചെയ്തപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു സ്കാൻ ചെയ്ത് 3 മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ആ പഴയ കണ്ട പോലെ ഇരിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി കുറഞ്ഞെന്നാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളി പറഞ്ഞത് പഴയ കണ്ട പോലെ ഇരിക്കണമെന്ന് പറഞ്ഞ്. കണ്ട പോലെ പണ്ട് കണ്ട സിസ്റ്റത്തിൻ്റെ അതേ മില്ലിയിൽ മാത്രമാണ് ഇപ്പോഴും ഇരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് പുള്ളിക്ക് ദൈവാനുഗ്രഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചേട്ടായി അത് നല്ല കാര്യമല്ലേ, ഈ ക്യാൻസറാണെങ്കിൽ ഗ്രോത്ത് ചെയ്യുമല്ലോ, ഇത് അറസ്റ്റായില്ല ചേട്ടായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി ഞെട്ടിപ്പോയി. ശരിയാണ്, ഇത് അറസ്റ്റായല്ല, ഞാൻ പള്ളി കൃപാസനത്തിൽ വന്നിട്ടില്ല, മാതാവിനെ കണ്ടിട്ടില്ല, പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിയപ്പോൾ ഇത് അറസ്റ്റായില്ലേ. പിന്നെ പുള്ളിയുടെ ലൈഫ് മുഴുവനും നിങ്ങൾക്കറിയാമല്ലേ ഈ കുറവുകൾ നോക്കാൻ തുടങ്ങി പുള്ളി. ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കുറവുകൾ, ദൈവം ബാക്കിയെല്ലാം ഇങ്ങനെ നിറവല്ലേ, പക്ഷേ ദൈവം ഏതെല്ലാം മേഖലകളിലില്ല എന്നുള്ള കുറവുകളെക്കുറിച്ച് പുള്ളി ചിന്തിക്കാനും ലൈഫ് ദാനധർമ്മത്തിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദേഷ്യമില്ലാതെ സ്നേഹത്തോടെ പെരുമാറി, ക്ഷമയോടെ പെരുമാറി,
ചില ആൾക്കാരോട് മിണ്ടത്തേ ഇല്ലായിരുന്നു. അവരോടൊക്കെ അനുരഞ്ജനപ്പെടാൻ തുടങ്ങി. പുള്ളി കുറേ കറക്ഷനിലേക്ക് വന്നു. എന്താ സംഭവം? ഇത്രയും നാൾ താൻ നേടിയത് ഒന്നും അല്ലെന്നൊരു നിമിഷം മനസ്സിലാക്കിയത് നിമിഷം മുതലേ കുറവുകൾ നിങ്ങൾക്കറിയാതെ ദൈവം ഇപ്പം 10:12 എടുത്തേ, മർക്കോസിൻ്റെ സുവിശേഷം 10:21. ശ്രുതികട്ടെ ഹല്ലേലൂയ. മർക്കോസ് 10:21. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് കുറവുകളെ ഇവാലുവേറ്റ് ചെയ്യണ ഒരു പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തണം. നല്ലതാ. ഈ കുറവുകളെ അന്വേഷിക്കുന്നത് അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്തതല്ല. ഈ പാക്കേജിൽ, ഉടമ്പടി പാക്കേജിലുള്ളതാണ് പേഴ്സണൽ അസസ്മെൻറ്റ്. അതെ, 10:20-19 വായിച്ചേ. മർക്കോസ് 10:20. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. അതായത് ഒരു യുവാവ്, അയാൾ ഈ ജോജോനെ പോലെ ധനികനായിരുന്നു. ബൈബിൾ അവതരിപ്പിക്കുന്ന ജോജോയെ പോലെ അയാൾ ധനികനാണ്. ധനികനാണെന്ന് പറയുന്നില്ല അവിടെ, വായിച്ചോളൂ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. നിത്യതയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കണത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. IELTS പാസ്സാകാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് കൃപാസനത്തിൽ വന്ന് പെൺപിള്ളേർ ചോദിക്കുന്നത്. അത് കുഴപ്പമില്ല. അതിന് കർത്താവ് നല്ല അസല് മറുപടികൾ, അവർക്ക് ജോലി വരെ ആയാണ് ഇവിടുന്ന് പോണത്. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. അത് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം ദൈവം തന്നതാണ്. പക്ഷേ ദൈവത്തോട് എപ്പോഴെങ്കിലും നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണത് നല്ലതാണെന്നല്ല, നിങ്ങളെ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? എപ്പോഴും ഇങ്ങനെ മുട്ടുവേദന മാറാനും നെഞ്ചിരുക്കം മാറാനും തലവേദന മാറാനും മാത്രം, പെണ്ണ് കെട്ടിക്കാനും മകളെ കെട്ടിക്കാനും നഷ്ടപ്പെട്ടു പോയ മാല കിട്ടാനും മാത്രം ദൈവത്തിൻ്റെ അടുത്ത് വന്നാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ തള്ളിക്കളയും. കാര്യം ഈ പണ്ടാരത്തിന് ഇത് മാത്രമേ അറിയാൻ പാടുള്ളൂ, ദൈവത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഭൂമിയിലുള്ള വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ ദുരുപയോഗിക്കുന്ന ഒരു അസത്താണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ റിജക്റ്റ് ചെയ്യും ദൈവം. അപ്പോൾ ഇടയ്ക്കൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നത് നല്ലതാണ്. എന്താ ചോദിക്കേണ്ടത്? 10:20 എന്താ ചോദിച്ചിരിക്കണത്? മർക്കോസ് 10:20 എന്താ? മർക്കോസ് 10:17. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? അതായത് നിത്യജീവൻ അവകാശമാക്കാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവത്തോട് ചോദിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഗുരുതരമായി ചോദ്യം ഉന്നയിക്കണം. കാര്യം എന്താണ്? ദൈവത്തിൽ നിന്ന് ചോദിക്കുന്നത് തന്നെ ദൈവത്തോട്. ഇപ്പം നിങ്ങൾ പലരും ചോദിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യമല്ല. പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചോദിക്കണതെല്ലാം ദൈവത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ഗതികെട്ട് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ആ വിഷയം ചോദിക്കേണ്ടി വരണത്. പക്ഷേ ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ ഒന്നാമത്തെ സ്ഥാനം എന്തിനാണ് ഉള്ളത്? നിത്യജീവൻ പ്രാപിക്കാൻ, ഞാൻ നിത്യമായി ജീവിക്കാൻ, എന്നുവെച്ചാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ, ഈ ഭൂമി ജീവിക്കാനല്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണത്? ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ പലപ്പോഴും ചോദിക്കണത് വീട്, ജോലി, വിവാഹം, കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ജീവിക്കാനാണ്, ഭൂമി ജീവിക്കാനാണ്. ഭൂമിയിലാണെങ്കിൽ നമ്മൾ 70 കൊല്ലം മാത്രമേ ജീവിക്കുന്നുള്ളേ. കൊടാനുകൂടി കൊല്ലം പിന്നെ കാലം കിടക്കണത് കാരണം നമ്മൾ ചോദിക്കേണ്ട വേറൊരു റെഫറൻസ് എന്താണ്? ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു യുവാവിനൊരു ബോധം ഉണ്ടായി. അയാൾ വന്നു. അപ്പോൾ ദൈവത്തോട് അയാൾ കാര്യങ്ങൾ ചോദിച്ചു. ഈശോ പറഞ്ഞു, അത് നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഉടമ്പടി പാലിക്കാനാണ് പറയണത്. നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നീ അതുപോലെ ചെയ്യാൻ പറയും. അപ്പോഴയാൾ പറയും, ഞാൻ ചെറുപ്പകാലം മുതൽ ഇതൊക്കെ ചെയ്യണുണ്ടെന്ന് പറയും. ഈശോ അവനോട് പറയും, നിനക്ക് ഒരു കുറവുണ്ട്. നീ ഇതെല്ലാം ചെയ്യുന്ന ആളാണ്, ഉടമ്പടി ജീവിക്കുന്ന ആളാണ്, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. ഈ ഉടമ്പടിയിൽ എപ്പോഴും പുതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
കാര്യം ഈ 10-20 എന്ന് പറയുന്നത് ഉടമ്പടി ജീവിക്കുന്ന ഒരാളെക്കുറിച്ചാണ് വചനം അഡ്രസ്സ് ചെയ്യണത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നിയമത്തിൽ എന്താ എഴുതിയിരിക്കണമെന്ന് ഈശോ ചോദിക്കും. അപ്പോൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക തൊട്ട് 10 കൽപ്പന മൊത്തം പറയുമ്പോൾ ഈശോ അവൻ പറയും ഇതൊക്കെ ഞാൻ ചെയ്യണതാണ്, ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ ഉടമ്പടി 1 പുതുക്കി 2 പുതുക്കി 3 പുതുക്കി ജീവിക്കുകയാണെന്ന് പറയും. 3 പുതുക്കി ജീവിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ഞാൻ 5 പുതുക്കി എനിക്ക് സിൽവർ ഗ്രേ ആണ് കയ്യിലുള്ളതെന്ന് പറയും, പേപ്പർ. അപ്പോഴും ഈശോ പറയും നിനക്കൊരു കുറവുണ്ട്. ഇപ്പം നിനക്ക് നീല ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ ഈശോ പറയും നിനക്കൊരു കുറവുണ്ട്, അല്ലേ? നീ വെള്ള ഉടമ്പടിയാണ് നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഈശോ പറയും നിനക്കൊരു കുറവുണ്ട്. ഇനി നിനക്ക് സിൽവർ ഗ്രേ ആണ് നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഈശോ പറയും നിനക്കൊരു കുറവുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈശോ ഇനി പറയാൻ പോണ കുറവ് എന്താണെന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ക്ലാസ്സിൽ ഈശോ ഇനി പറയാൻ എന്നെക്കുറിച്ച് പറയാൻ പോണ കുറവ് എന്താണ് എന്ന് നീ ചിന്തിച്ച് സ്വന്തമായിട്ട് ഈശോയുമായിട്ട് ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ പിന്നെ നീ സത്യസന്ധമായിട്ട് ഉടമ്പടി ഏറ്റെടുത്ത് നടത്തും. കാര്യം വെച്ചാൽ നിനക്കറിയാമല്ലോ, ദൈവം നിൻ്റെ ഉള്ളിലോട്ട് വന്നാൽ പിന്നെ എല്ലാത്തിനും സമാധാനമാണ്. ഒരു കാര്യം മാത്രമല്ല, ദൈവത്തിന് ഒരു കാര്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ദൈവത്തിന് മനുഷ്യന്മാർക്ക് ഒരു കാര്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉടനെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ച് പറയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല എന്ന് പറയും. ഉടനെ അവർ പറഞ്ഞ് ഇപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലോട്ടൊക്കെ 5 മിനിറ്റ് കഴിയുമ്പോൾ കറണ്ട് വരുമെന്ന് പറഞ്ഞു. ഓ കൊള്ളാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നപ്പോൾ നമ്മൾ ജനൽ തുറന്നു വെച്ച് അപ്പുറത്ത് നോക്കി എൽസിക്കൂട്ട് കറണ്ട് വന്നു. നാശം അവിടെ വീട്ടിലും കറണ്ട് വന്നാന്ന് ചോദിക്കും. തീർന്നില്ല പരിപാടി. മനസ്സിലായല്ലേ? ഇതാണ് പ്രശ്നം. നമ്മുടെ വീട്ടിൽ നമ്മളാണല്ലോ വിളിച്ച് പറഞ്ഞത്, അവൾ വിളിച്ച് പറഞ്ഞില്ല. എൽസിക്കുട്ടി വിളിച്ച് പറഞ്ഞിട്ടില്ലേ? നമ്മളാണ് കഷ്ടപ്പെട്ട് നമ്മൾ 3 രൂപ കളഞ്ഞില്ലേ, മൊബൈലിൽ കുത്തി കറണ്ടില്ലെന്ന് വിളിച്ച് പറഞ്ഞില്ലേ ഓഫീസിലായിട്ട്. അപ്പോൾ നമ്മളോടല്ല അവർ പറഞ്ഞത് ഇപ്പം കറണ്ട് വരുമെന്ന്. അപ്പോൾ കറണ്ട് വന്ന് നമ്മുടെ കാശിന് നമ്മൾ കറണ്ട് വന്ന്. അപ്പോൾ ജനൽ തുറന്ന് അപ്പോൾ നോക്കിയപ്പോൾ എൽസിക്കുട്ടി അവർക്ക് കറണ്ട് വന്നാ. നമ്മുടെ മനസ്സിരിക്കണ അതാണ്. നമ്മൾ വിളിച്ച് നമുക്ക് മാത്രം കറണ്ട് കിട്ടിയാൽ മതി. എൽസിക്കുട്ടി കറണ്ട് വരണത് നമ്മുടെ അക്കൗണ്ടിൽ എംബ്രാൻ്റെ ഭാര്യയുടെ അത്താഴ് എംബ്രാൻ്റെ വട്ടത്ത് വേണ്ട. ഇതാണ് കുറവെന്ന് പറയണത്. നമ്മൾ മാത്രം വെളിച്ചം കണ്ടാൽ മതി, മറ്റുള്ളവർ വെളിച്ചം കാണണ്ട. അത് നമ്മുടെ മൊബൈലിലെ കാശ് കൊണ്ട് കാണണ്ട എന്ന് ചിന്തിച്ചാൽ അത് കുറവായി മാറും. ഓരോ ഉടമ്പടി പുതുക്കലും ഈ കുറവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കട്ടെ, ഓരോ പുതുക്കലിനും നമ്മൾ വ്യവസ്ഥാപിതമായിട്ട് പറയാത്ത പുതിയ നമ്മുടെ കുറവുകൾ മർക്കോസിൻ്റെ സുവിശേഷം 12:21 വെച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആത്മശോധന ചെയ്യേണ്ടതാണ്. എന്താണ് എൻ്റെ കുറവെന്ന്. ഇപ്പോൾ ജോജോ പറയുന്ന കുറവുകൾ എന്തെല്ലാമാ? ജോജോ സംസാരിക്കാതിരുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരോട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. മുമ്പത്തേനേക്കാൾ നന്നായിട്ട് കുർബാന അർത്ഥവത്തായിട്ട് സ്വീകരിക്കാൻ തുടങ്ങി. എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ തുടങ്ങി. താൻ ഇത്രയും നാൾ സമ്പാദിച്ചെങ്കിലും ഇതൊന്നുമില്ലാതെ അദ്ദേഹം ഒരു ദിവസം തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴും അദ്ദേഹം സുഖപ്പെട്ടു എന്നുള്ള ധാരണ അദ്ദേഹത്തിനില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ആ സിസ്റ്റം വളരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പക്ഷെ അപ്പം നാട്ടിൽ വന്നിട്ട് രണ്ടാമത് ഇദ്ദേഹം ഇതിനു വേണ്ടി മാത്രം ഒന്ന് നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഗംഗാധരൻ ഡോക്ടറിനെയൊക്കെ കണ്ടു. ഏത് ആശുപത്രിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ ആ പേരൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഗംഗാധരൻ ഡോക്ടർ കേരളത്തിൽ ഒരു പക്ഷേ നല്ല ഈ വിഷയത്തിൽ എക്സ്പെർട്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വീണ്ടും ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എത്രയും വേഗം 25 കീമോ എടുക്കണമെന്ന് പറഞ്ഞു. 25 കീമോ. ഈ മനുഷ്യൻ തകർന്നു പോയി. ഇംഗ്ലീഷിൽ ഡോക്ടർമാർ പറഞ്ഞില്ല ഇത്, അവർ എന്നെ ചതിച്ചു, അവർ മറച്ചു വെച്ചു. മലയാളത്തിൽ വന്നപ്പോൾ അവർ 25 കീമോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സ് ഒറ്റ ചിന്തയുണ്ടായുള്ളൂ, കീമോ എടുത്താൽ ഇല്ലെങ്കിലും
എൻ്റെ മക്കളടുത്ത് പോയി കിടന്ന് മരിക്കണോ? നോക്കിയേ, മലയാളികളുടെ മനസ്സങ്ങനെ മാറുകയാണേ. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മരിക്കാൻ വേണ്ടി എല്ലാവരും കേരളത്തിൽ വരുമെന്നാണൊക്കെ. ഇപ്പം മാറി. ഞാൻ ഇങ്ങനെ എല്ലാവരും പറയും, എപ്പോഴും നിങ്ങൾ ചോദിക്കും, എപ്പോഴാലും നിങ്ങൾ എവിടെ പോയാലും മരിക്കാൻ വേണ്ടി കേരളത്തിൽ വരികയില്ലെന്ന് ചോദിക്കുമായിരുന്നു പണ്ട്. ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ അമേരിക്കയിൽ പോകുമ്പോൾ അച്ഛന്മാരൊന്നും പറഞ്ഞിടാ, എവിടെ പോയാലും മരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ വരണ്ടേന്ന് പറയും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ഇവിടെ വന്നിട്ട് മരിക്കാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് പോവുകയും. അങ്ങനെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. എനിക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു, 25 സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ 25 പ്രാവശ്യം കീമോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മറ്റേ ചിന്ത എൻ്റെ മക്കളുടെ അടുത്ത് പോയി മരിക്കണമെന്ന്. അപ്പം ഞാൻ അവിടെ തിരിച്ചു പോയിട്ട് ഞാൻ എൻ്റെ ഡോക്ടറെയാണ് ആദ്യം കണ്ടത്. പോയി നിങ്ങളെ ചോദിച്ചു, നിങ്ങളെന്നെ പറ്റിച്ചില്ലേ? അപ്പോൾ എന്താണ് ഡോക്ടർ ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞല്ലോ അവിടെ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ 25 കീമോ എടുക്കണമെന്ന്. അപ്പോൾ ഡോക്ടർ ചിരിച്ച്, അത് ശരിയാ, നിങ്ങളെ ഞാൻ 3-4 പ്രാവശ്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കാലത്തിനുള്ളിലാണ് ഈ സിസ്റ്റിൻ്റെ വലിപ്പം ഞാൻ നോക്കിയിട്ടാണ് കീമോ വേണ്ടെന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് അറസ്റ്റഡ്. നിങ്ങളുടെ നാട്ടിലെ ഡോക്ടർ ചെന്നപ്പോൾ തന്നെ ഇത്രയും വലിയ ഇത് സിസ്റ്റ് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ 25 കീമോ ഒക്കെ എഴുതി. ദാറ്റ് മീൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അപ്പം ഈ മനുഷ്യന് ബോധം വന്ന് 25 കീമോ ആവശ്യമുള്ള എൻ്റെ ക്യാൻസറിനാണ് മാതാവ് അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതായത് ഇതിൻ്റെ തന്നെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നിങ്ങൾ എപ്പോഴും ദൈവത്തെ അസസ് ചെയ്യുമ്പോൾ, ഉടമ്പടി റിസൾട്ട് അസസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പകപ്പിഴകൾ തിരുത്തണം. ഉടമ്പടിയുടെ റിസൾട്ടുകൾ, ഇപ്പം നിങ്ങളുടെ കടം, രോഗം, ജോലി, വിവാഹം, മക്കൾ, ഇപ്പം നിങ്ങൾ ഒരു റിസൾട്ട് നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് അത് ദൈവത്തിന് കൊടുത്തിരിക്കണം, ഇതുപോലെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളിപ്പോഴും മോന്തം കയറ്റി നടക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ ഒരു മോള് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞതാണ്. എന്താണ്? മാതാവേ, എന്നെ UK കൊണ്ടുപോകണത് ജനുവരി മാസത്തിൽ കൊണ്ടുപോകണം, ജനുവരി ഇൻടേക്കിന് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കണ്ണീരിട്ട് ഇവിടെ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ആരാണ്ട് പറഞ്ഞു, എടി ജനുവരി ഇൻട്രേക്കിന് വേണ്ടി നീ അങ്ങോട്ട് വരാൻ പോകണ, ജനുവരിയിൽ അവിടെ ഭയങ്കര തണുപ്പാടി, നിനക്ക് നടുവേദന ഉള്ളതല്ലേ, നടുവേദനക്കാരും മുട്ടുവേദനക്കാരും ഒക്കെ ഈ തണുപ്പത്തൊന്നും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അനങ്ങത്തില്ല. ഓ ദൈവമേ സോറി, എന്നാൽ പിൻവലിച്ച് പോരാ. ഇതാണ് മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ പ്രശ്നം. ഇതാണ്, അതായത് നമ്മൾ മാതാവിൻ്റെ കാലഘട്ടം ജനുവരി ഇൻടേക്കിന് കൊണ്ടുപോകണം, ജനുവരി ഇൻടേക്കിന് കൊണ്ടുപോകണമെന്ന് പറയും. മാതാവ് ഒരു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ നടുവ് പോയത് തന്നെ. അപ്പോൾ പല കാര്യങ്ങളും ദൈവം അപ്പം തന്നെ എടുക്കത്തില്ല. നീ ചോദിക്കണത് ആനമണ്ടത്തരമായിരിക്കും, നീ ഉടമ്പടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ആനമണ്ടത്തരമായിരിക്കും. എന്നുവെച്ചാൽ അതെങ്ങാനും ദൈവം എടുത്താൽ നിനക്ക് തന്നെ അത് പണിയായിട്ട് വരും, പണി പാർസൽ വരും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും നിൻ്റെ വിഷയം അതുപോലെ നടന്നില്ലെങ്കിൽ നീ മോന്തം കയറ്റി ദൈവത്തിനെ പ്രകോപിപ്പിക്കരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്നിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ദൈവത്തിന് സമർപ്പിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതായത് എപ്പോഴും എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം ടോട്ടലായിട്ട് ദൈവത്തിന് മാറ്റാൻ പറ്റും, അതേസമയം തന്നെ അതിൻ്റെ ആവിയും പുകയും നിന്നെ ഏൽപ്പിക്കാതെ അറസ്റ്റ് ചെയ്യാനും പറ്റും. ഇത് രണ്ടും ഒരേപോലെ. നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് നോക്കിയിട്ട് അതാണ് നിൻ്റെ കുടുംബത്തിൻ്റെ ഹിസ്റ്ററി അനുസരിച്ച് ദൈവം സെറ്റ് ചെയ്യണം. ഒരു കാര്യം എപ്പോഴും അത് പെർഫെക്റ്റായിട്ടായിരിക്കും ചെയ്യണത്, പെർഫെക്റ്റായിട്ടാണ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓരോ വിഷയം, അതായത് ഞാൻ എന്താ പറയണത്, ഒരു കാരണവശാലും ദൈവത്തെ നിങ്ങളെ ഒരിക്കൽ പോലും ദൈവമേ നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇന്ന് എവിടെ ഇരിക്കേണ്ടതായിരുന്നു, അതപ്പം ചെയ്തു തന്നാൽ മതിയായിരുന്നല്ല എന്ന് ഒരിക്കലും കിട്ടാത്ത കാര്യത്തിന് ദൈവത്തെ പ്രതിയാക്കിക്കൊണ്ട് പ്രാർത്ഥനയെ മാന്യം കാണിച്ചുകൊണ്ട് നിങ്ങൾ ആന്തരിക മത്സരങ്ങൾ നടത്തരുത്. അത് ഉടമ്പടിയെ ബാധിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അതായത് ഈ മർക്കോസിൻ്റെ സുവിശേഷം ഇല്ലേ, മർക്കോസ് തന്നെ
16-18 വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. പറഞ്ഞേ. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കുടിച്ചാലും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അതായത് ഈ പ്രൈമറി ഉടമ്പടിക്കാരെ കുറിച്ച് ഈ പറയണത്. അതായത് നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ തന്നെ വിശ്വാസം വഴി, വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വാസം ജീവിക്കാനുള്ളതാണ്. അല്ലാതെ വിശ്വാസം നമുക്ക് ശാസ്ത്രീയമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം പോലെ അല്ല ഇത്. ശാസ്ത്രീയമായി നമുക്ക് എല്ലാ കാര്യങ്ങളും വിശ്വാസമില്ലേ? ഇപ്പോൾ H2SO4 2 ഹൈഡ്രജൻ്റെയും ഒരു ഓക്സിജൻ്റെ H2SO4 ഒരു സൾഫറിന് അല്ലേ, 4 സൾഫറിന് തന്മാത്രകളൊക്കെ കൂടി കഴിഞ്ഞാൽ സൾഫറിക് ആസിഡ് ഉണ്ടാകുമെന്ന് നമുക്കൊരു ധാരണയുണ്ട്. ഈ ശാസ്ത്രീയ ധാരണകൾ ലാബറട്ടറി സത്യമാണെങ്കിലും ജീവിതത്തിൽ അത് ബാധിക്കത്തില്ല. ശാസ്ത്രീയ ധാരണകൾ ലാബറട്ടറി സത്യമാകാം പരീക്ഷണത്തിൽ, പക്ഷേ ജീവിതത്തിൽ അത് ബാധിക്കത്തില്ല. പക്ഷേ വിശ്വാസം അങ്ങനെയല്ല. നിനക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ കാണിക്കണം. അത് പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വസിക്കാനുള്ളതല്ല, വിശ്വാസം ജീവിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ. വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വാസം വിശ്വസിക്കാനുള്ളതല്ല. പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാനുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ തലസ്ഥാനം വാഷിങ്ടണാണ്. വിശ്വസിച്ചാൽ മതി, നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല, ഇല്ലേ? വിശ്വസിച്ചാൽ പോരെ. പക്ഷേ ദൈവം ഏകനാണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചോ എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ ജീവിക്കാൻ ബാധ്യസ്ഥയാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, കേവല വിശ്വാസത്തിൽ നിന്ന് സത്യസന്ധമായ വിശ്വാസ ജീവിതത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അപ്പൊ മർക്കോസ് 16-17 പറയണത് ഈ വിശ്വസിക്കുന്നവരുടെ കൂടെ, അതായത് വിശ്വാസം ജീവിക്കുന്നവരുടെ കൂടെ, പറഞ്ഞേ വിശ്വാസം ജീവിക്കുന്നവരോട് കൂടെ. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ചെയ്തിരിക്കുന്നവരുടെ കൂടെ എന്നാണ്. വിശ്വാസം ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം. പറഞ്ഞ വിശ്വസിക്കുന്നവരുടെ കൂടെ, വിശ്വാസം ജീവിക്കുന്നവരുടെ കൂടെ, ഉടമ്പടി ജീവിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, വിഷദ്രാവങ്ങൾ കുടിക്കാം. എന്നാലും ഒരു ഉപദ്രവം അവർക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ ഈ വെർച്വൽ ഉടമ്പടിയിൽ നിന്ന് ഇതുപോലെ പിൽഗ്രിം ഉടമ്പടിയിലേക്ക്, ഫിസിക്കൽ ഉടമ്പടിയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റമെന്ന് പറയണത് പല കാര്യങ്ങളെയും നമ്മൾ ഉപദ്രവിക്കാണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ജോജോക്ക് എന്താ സംഭവിച്ചത്? 25 കീമോ ചെയ്യേണ്ട ക്യാൻസറിനെ ദൈവം അറസ്റ്റ് ചെയ്ത് ഉപദ്രവം വരുത്താതെ വെച്ചിരിക്കുകയാണ്. അതാണ് ഈ 16-18 എന്താ പറയണത്? വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അതായത് നമ്മളെ രോഗമോ മറ്റു തരത്തിലുള്ള ശണ്ഠകളോ നമ്മളെ ഉപദ്രവിക്കാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം ഉടമ്പടിയിലൂടെ നമ്മളെ ദൈവം സംരക്ഷിച്ച് നിലനിർത്തും. ഉടമ്പടിയുടെ ഗുണങ്ങൾ ചെറുതല്ല, വലുതാണ്. പക്ഷെ അത് ഇതുപോലെ നിങ്ങളെ ചില ആൾക്കാർ വന്ന് ക്യൂ നിന്ന് ഇനി എത്ര നേരം നിൽക്കണം. ഞങ്ങളിപ്പോൾ ഓഫീസിൽ നിന്ന് ആദ്യം വരുമ്പോൾ തന്നെ പറയും, ചേട്ടായി 4 മണിക്കൂറുണ്ട് അഭ്യാസം പറ്റുവാന്ന് ചോദിക്കും ആദ്യം, അല്ലെങ്കിൽ വണ്ടി വിട്ടേക്കാൻ പറയും. പാരര്യം കൊണ്ടാണ് പറയണത്. നീ എപ്പം പറഞ്ഞു എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണമെന്നൊക്കെ പറയും. അവിടെ പോകണം ഇവിടെ പോകണമെന്ന് ആൾക്കാർ വന്ന് കൃപാസനത്തിൽ വന്നിട്ടൊരു കഥയില്ല. ദൈവത്തിന് അറിയാം ഇത് സത്യസന്ധമാണോ, അത് അംഗവും കാണാൻ താളിയും പറിക്കാമെന്ന് പറഞ്ഞ് വരികയാണ്. നെയ്യപ്പം തിന്ന 2 കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമല്ലോ ഉടമ്പടി എടുക്കാൻ വേണ്ടി. അവലപ്പുഴയും പോകാം, അളിയനെയും കാണാം, കലവർ വന്ന് ഉടമ്പടി എടുക്കുക. അങ്ങനെയുള്ള ഉടമ്പടിയാണ് ഈ പൊട്ടിയിരിക്കണത്. പല ഉടമ്പടിയും വന്നിരിക്കണത് ഉടമ്പടിയിലല്ല നിങ്ങളെ. അതല്ല ഇതുപോലെ വെർച്വൽ ഉടമ്പടിയിലാണ് കിടക്കണത്. അതൊന്നും ഫിസിക്കലായിട്ടില്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ
വാഗ്ദാനങ്ങളെല്ലാം എന്താണ്? സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കഴിച്ചാലും നിങ്ങൾക്കറിയാമല്ല, സമുദ്രം വരെ തടഞ്ഞു നിർത്തുന്ന വാഗ്ദാനത്തിലുള്ളതാണ്. ഉടമ്പടി വാഗ്ദാനത്തിലുള്ളതാണ്, സമുദ്രം വരെ തടഞ്ഞു നിർത്തുമെന്ന്. ഞാൻ ആ വാഗ്ദാനം വിശ്വസിച്ച ആളാണ്. കർത്താവ് ഓടാമ്പല്, സമുദ്രത്തിന് ഓടാമ്പലിട്ടിരിക്കണത് കർത്താവാണെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. 38:10 വായിച്ചേ. ജോബ് 38:10 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാനതിന് അതിർത്തികൾ നിശ്ചയിച്ച് കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. സമുദ്രത്തിന് അതിന് 38:9 വായിക്കുക. 38:8 മുതലുള്ള തിരുവചനം. ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകടച്ച് തടഞ്ഞവൻ ആര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിന് ഉടയാടയുമാക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച്. സമുദ്രത്തെ ഇങ്ങനെ അതിർത്തികൾ നിശ്ചയിച്ച്. സമുദ്രമാണ്, സങ്കടമാണ്, രോഗമാണ്, കടങ്ങളാണ്. പക്ഷേ കർത്താവ് ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് അതിന്. പറഞ്ഞോളൂ, വായിച്ചോളൂ. ഞാനതിന് അതിർത്തികൾ നിശ്ചയിച്ചു. ഞാനതിന് അതിർത്തികൾ നിശ്ചയിച്ചു. കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. അതായത് പരിധികൾ നിശ്ചയിച്ചു. എന്താ പറഞ്ഞത്? നിനക്ക് ഇതാ ഇവിടം വരെ വരാം. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ അഭിഷിക്തനെ തൊട്ടു പോകരുത് എന്ന് പറയാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സങ്കീർത്തനം 94. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് 105-ാം സങ്കീർത്തനം 15-ാം തിരുവചനം. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുതെന്ന് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. ഈ അഭിഷിക്തരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഉടമ്പടി പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് പരത്തി വായിക്കേണ്ടി വരും. Those who have taken the covenant prayer, those who are in prayer practice in covenant, they are anointed. ജോജോക്ക് സംഭവിച്ചിരിക്കുന്നത് അതല്ലേ? ജോജോയുടെ ക്യാൻസർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഒറ്റ കാര്യം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയെന്ന്. വേറെ കാര്യമൊന്നുമില്ല. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആ മനുഷ്യൻ അതനുസരിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലായി. ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ദൈവം തൊട്ട്, അതായത് ക്യാൻസറിനോടും പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. അപ്പോഴ് നിനക്കെതിരെ വരുന്ന എല്ലാ തിന്മകൾക്കും ദൈവം അതിർത്തിയും അതിർവരമ്പും നിശ്ചയിച്ചിരിക്കുക. അത്രയും വലിയ സാധ്യതകളാണ് ഉടമ്പടിയിലുള്ളത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിനുശേഷം ഈശോ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ മൂത്ര തടസ്സങ്ങൾ മാറി. അങ്ങനെയാണ് ഈ മനുഷ്യൻ മനസ്സിലാക്കണം. അങ്ങനെ സുഖപ്പെട്ടെന്ന് തുടങ്ങണത് എങ്ങനെയാണ്? മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞതുപോലെയല്ലേ. ഇപ്പോൾ രോഗം സമീപിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പേരും പഴയതുപോലെയുള്ള അത്രയും മൂത്രം പുറത്തു വരാൻ തുടങ്ങി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു യു ആർ ഹീൽഡ് എന്ന് പറഞ്ഞു. അതെന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യസന്ധ ഈ മനുഷ്യൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമേ ചെയ്തിട്ടുള്ളൂ ആത്മാർത്ഥമായിട്ട്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉടമ്പടി അനുസരിച്ചുകൊണ്ട് ജീവിതം പുനഃക്രമീകരിച്ചു, കുറവുകളെ പരിഹരിച്ചു, ദൈവമായിട്ട് നിരപ്പായി കഴിഞ്ഞപ്പോൾ എന്താ പറ്റി? ദൈവം ഈ വാഗ്ദാനങ്ങളെല്ലാം അവന് കൊടുത്തതെല്ലാം പാലിക്കുകയാണ്. വാഗ്ദാനം പാലിക്കണത് ദൈവം ആക്ടിവേറ്റ് ചെയ്തിരിക്കണതാണ്. ദൈവം ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് ഇപ്പോഴെന്നാ പറ്റിയിരിക്കണത്? അതായത് നിത്യതയ്ക്ക് വേണ്ടി, നിത്യ കൃപയിൽ ഈ മനുഷ്യനെ വളർത്താൻ വേണ്ടി ദൈവം പെട്ടെന്ന് ചെയ്ത ഒരു പരിപാലന പ്രക്രിയയായിട്ട് മാറി ഇങ്ങർക്ക് വന്നുപോയ രോഗങ്ങളെല്ലാം. ഇപ്പം എല്ലാ രോഗങ്ങളും നമുക്ക് എന്തെങ്കിലും കുഴപ്പമാണെന്നല്ല പറയണത്. ദൈവത്തോട് നമ്മളെ അടുക്കാനും നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഓഹരി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിപാലനയായിട്ടാണ് ചിലപ്പോൾ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്താ പ്രശ്നം വെച്ചാൽ ഈ ആന്തരിക അഭിഷേകം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മേലെ അഭിഷേകം, ഉടമ്പടി വിധിപ്രകാരം അഭിഷേകം തന്നുകൊണ്ട് അതിൻ്റെ ആദിയും പുകയും തീയും പൊള്ളലും ഒന്നും നമ്മൾ അനുഭവിക്കാതെ ഇങ്ങനെ കൈവെള്ള പൊതിഞ്ഞു കൊണ്ടു നടക്കുന്ന ഒരു അഭിഷേക അനുഭവം. ഇതൊക്കെ പങ്കുവെക്കണത് ആരാണെന്നറിയാവോ? വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു സാക്ഷ്യം ഡോക്ടർ മാത്യു വർഗീസ്, ബത്തേരിയിൽ നിന്ന് ഡോക്ടർ മാത്യു വർഗീസിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം അമേരിക്കൻ MBBS ആണ്. അപ്പോൾ അമേരിക്കൻ MBBS വന്നിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പിന്നെ ഈ FMG എക്സാം എഴുതണം. അപ്പോൾ FMG എക്സാം എഴുതുന്ന സമയത്ത് ഒരു വലിയ വിഷമം വന്നു. കാര്യം സാധാരണ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി വരുമ്പോൾ FMG എക്സാം എഴുതുമ്പോൾ 18% അവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പക്ഷേ 5 ക്വസ്റ്റ്യൻ എടുത്ത് ബാക്കിയെല്ലാം പുള്ളി അറ്റൻഡ് ചെയ്ത്. ചിലർക്ക് 6-7 FMG എക്സാം എഴുതിയിട്ടാണ് ഇന്ത്യയിൽ പ്രാക്ടീസ് വാങ്ങിക്കണത്. ഇങ്ങനെയൊക്കെ 5 ക്വസ്റ്റ്യൻ മാത്രമേ മിസ്സായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ എഴുതി FMG എക്സാമിനെ. എഴുതി കഴിഞ്ഞപ്പോൾ ഉടനെ ഭയങ്കര പനിയും കുളിരും വിറവലും ഒക്കെ വന്ന് ഛർദ്ദിച്ച് ഇങ്ങനെ ആശുപത്രി ചെന്നപ്പോൾ ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ലിവറിലെ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൂളായിട്ട് നിൽക്കാൻ പുള്ളി ഇതൊക്കെ കേട്ടിട്ട്, ഡോക്ടറാണ് ആള്. അപ്പം അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് ലിവറിലെ ഫ്ലൂയിഡ് കളക്ട് ആയിട്ടുണ്ടെന്നാണ്. പുള്ളി മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത്. പുള്ളി മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതിന് കാരണം പുള്ളി പറയുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞത്, ഞാൻ FMG എക്സാം എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എക്സാം ആയിരുന്നു. ഏത്? SMG എക്സാമാണ്. അതിൻ്റെ 5 ക്വസ്റ്റ്യൻ എനിക്ക് പോയുള്ളൂ. 5 ക്വസ്റ്റ്യൻ പോയിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. അതായത് ഇതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ എൻ്റെ ഫ്ലൂയിഡാണ് അതുപോലെ തന്നെ എൻ്റെ കരളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും എനിക്കത് ഫീൽ ചെയ്തില്ല. പിന്നെ ഡോക്ടർ ഇങ്ങനെയുടെ എന്താണ് ഡീറ്റെയിൽഡ് കാർഡിയോ മയോപ്പതി എന്നും പറഞ്ഞു എന്തൊക്കെ ചികിത്സ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞാൽ ഞാൻ പറയണതേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഡീറ്റെയിൽഡ് അറിയാൻ പാടില്ല. അപ്പം അത് പറയുന്ന ഡോക്ടർ തന്നെ ഈ മനുഷ്യൻ്റെ അബോധാവസ്ഥയിൽ ഡോക്ടർ പറയുന്നുണ്ട്, ഹാർട്ട് പോയിരിക്കുകയാണ്, ഇത് മൊത്തം മാറ്റിവെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഇയാളാക്കി ഈ ഒരു ഭാവവ്യത്യാസമില്ലാതെ പേഷ്യൻ്റ് ഡോക്ടറാണെന്ന് ആ കാർഡിയോളജിസ്റ്റിന് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത്. എന്താ പറയണത്? ലിവർ മാത്രമല്ല ഹാർട്ടും പോയിരിക്കുകയാണ്, ഇത് മാറ്റിവെക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇങ്ങനെ കൂളായിട്ട് ഡോക്ടറെ നോക്കുകയാണ്. അപ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിക്കും, നിങ്ങളൊരു ഡോക്ടറല്ലേ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഒരു ഭാവവ്യത്യാസം ഇല്ലാത്തതെന്ന്. അപ്പോഴേ ഈ മനുഷ്യൻ്റെ പറയണത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇങ്ങനെയാണെന്ന്. ആന്തരിക അഭിഷേകം, ഒരു മനുഷ്യൻ്റെ ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറിനെ കേൾപ്പിച്ച് പറഞ്ഞിട്ട് ഒരു ഭാവവ്യത്യാസമില്ല. എന്നുവെച്ചാൽ എന്താ കാര്യം? മാതാവിൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുക. അമ്മ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കൃത്യമായിട്ട് എത്തിക്കുമെന്നല്ല, ആന്തരിക ബോധ്യം കിട്ടിയിരിക്കുന്ന ആത്മധൈര്യമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഡോക്ടർ സാംസൺ മാത്യു വർഗീസിൻ്റെ സാക്ഷ്യം അവസാനിക്കാൻ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിച്ചും 90 ദിവസം കഴിയാൻ വേണ്ടി കാത്തിരിക്കും. എന്തിനാണ്? ഒരൊറ്റ പ്രത്യാശയാണ്. എന്താണ്? ഉടമ്പടി പുതുക്കാവില്ലെന്ന്. ഒരു ഡോക്ടേഴ്സിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങളെ? അമേരിക്കയിൽ പഠിച്ചൊരു ഡോക്ടറിൻ്റെ സാക്ഷ്യമാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അതെന്ത് സംഭവിച്ചാൽ ആ ഡോക്ടറുടെ ചിന്ത എന്താണ്? ഹാർട്ട് മാറ്റി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഫീലിംഗ് ഒന്നുമില്ല. അമ്മ ആന്തരിക അഭിഷേകം കൊടുത്തിരിക്കുക, ആത്മത്തിനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രത്യാശ ഉണ്ട്. എന്താണ്? 90 ദിവസം കഴിയുമ്പോൾ ഉടമ്പടി, അമ്മയോട് ചെയ്ത ഉടമ്പടി പുതുക്കാമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ദാഹിച്ച് മുഖിച്ച് കാത്തിരിക്കുകയാണ്. എന്താണ്? ഉടമ്പടി പുതുക്കാമല്ലോ. അപ്പം നിങ്ങളാണെങ്കിൽ പറയും അച്ഛനെ കാണാമല്ലോ എന്ന് പറയും. അവിടെ വെച്ചാണ് എല്ലാം പൊട്ടണത്. ഉടമ്പടി ലക്ഷ്യം അച്ഛനെ കാണുന്ന ആക്കുമ്പോഴാണ് അമ്മനെ കാണുക, അച്ഛനെ കാണാതെ തരുന്നത്. ഉടമ്പടി പുതുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് അടുത്ത ബന്ധങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ വന്ന് ഉടമ്പടി അത്യാഹ്ലാദത്തോടെ പുതുക്കും.
ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി ഹാർട്ട് മാറ്റിവെക്കും, ഓപ്പറേഷൻ അല്ല, ഹാർട്ട് മാറ്റിവെക്കാൻ പറഞ്ഞ് ഡോക്ടർ വന്നിട്ട് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഹാർട്ടിൻ്റെ പൾസ് റേറ്റ് 18 അത് അമ്മ 34 കൊടുക്കും. ഇതിൻ്റെ ലെഫ്റ്റ് വെർട്ടിക്കിൾ ഇടത്തെ ഹൃദയത്തിൻ്റെ അറ പകുതിയെ വർക്ക് ചെയ്യത്തുള്ളായിരുന്നു. അമ്മ അത് അത് മുഴുവനാക്കി കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഹൃദയത്തിൻ്റെ ഇടതേ അറയില്ലേ, അത് പകുതിയെ വർക്ക് ചെയ്യത്തുള്ളായിരുന്നു. ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ആ വാഗ്ദാനം പോലെ തന്നെ അത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലായിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ട, ഒരു ഹാർട്ട് മാറ്റേണ്ട. ഇതാ മാറ്റുന്നത് ആരാണ്? അമ്മ തന്നെ ഇതിനും ചെയ്യാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതീവ ദൈവാനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരും ഓൺലൈനായി ആരാധന കൂടുന്നവരും നമ്മൾ പഴയ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകും, ഒരേ അഭിഷേകമാണ് ദൈവം നൽകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഇന്ന് ധ്യാനത്തിൽ കണ്ടതുപോലെ അതിൻ്റെ അതിർവരുമ്പം നിശ്ചയിച്ചതിനെ ഹാൾട്ട് ആക്കാനുള്ള, തടഞ്ഞു നിർത്താനുള്ള അനുഗ്രഹമായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ആ വിഷയം തന്നെ ടേക്കപ്പ് ചെയ്ത് ദൈവം എടുത്ത് മാറ്റുന്നു വരും. എങ്ങനെ ചെയ്താലും നിലനിൽപ്പിനുള്ള ഭാരമാണ് കർത്താവ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ മാറാനും ജീവിത പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കാൻ വേണ്ടി അഭിഷിക്തൻ ഈശോ, ഞാൻ എൻ്റെ 38 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ അധികാരത്തിൽ സർവോപരി കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഞാൻ ഈശോ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നത്. ഈ ആശീർവാദം അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ നടക്കുന്ന ഈ ആശീർവാദത്തിൻ്റെ ശക്തിയായ അടയാളങ്ങളും അത്ഭുതങ്ങളും ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരകരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറട്ടെ. കർത്താവേ, ഇതിൻ്റെ വിശുദ്ധ രക്തം ഈ മക്കളുടെ മേൽ തളിക്കണമേ. കർത്താവേ, ഇതിൻ്റെ വിശുദ്ധ രക്തം ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഈ മക്കളിൽ തളിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരിലും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരിലും ഇപ്പോൾ ഉടമ്പടി ആയിരിക്കുന്ന എല്ലാവരുടെയും പേരും കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി ഈ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാർഗരോഗങ്ങൾ, തീരാവേദികൾ, വിസർപ്പ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, നടുവ് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിൻ്റെ രോഗങ്ങൾ, മുടി കൊഴിയുന്ന അവസ്ഥകൾ, എല്ലാവിധത്തിലും അലർജികൾ, ത്വക്കലർജികൾ, സിസ്റ്റ് അലർജികൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ മക്കളെ, ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥത്തിന് അണയുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിശക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനസ്സാണ് ദൈവത്തിൻ്റെത്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞയച്ചാൽ അവരെ വഴിയിൽ തളർന്നു വീഴത്തില്ലേ എന്ന് ചോദിക്കണം.
കുറച്ച് പേർക്ക് വീഞ്ഞ് കിട്ടി, കുറച്ച് പേർക്ക് കല്യാണത്തിന് വന്നവർക്ക് വീഞ്ഞ് കിട്ടിയില്ല. അങ്ങനെ സിറ്റുവേഷൻസ് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഭൗതിക സാഹചര്യങ്ങളെ ഈശോ കാനായിലെ കല്യാണത്തിലെ വെള്ളം വീഞ്ഞാക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ഒരു മനസ്സ് വെളിപ്പെടുത്തുന്നത്. എനിക്ക് ദൈവത്തിൻ്റെ ഈ മനസ്സിനെക്കുറിച്ച് പണ്ട് മുതലേ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സ് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ് പാവപ്പെട്ടവൻ്റെ കൂടെയാണ്. പാവപ്പെട്ടവനെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തവനെന്നല്ല എൻ്റെ അർത്ഥം. അത് മാത്രമില്ല, ഏതെല്ലാം തരത്തിൽ നിനക്ക് ഇല്ലായ്മ ഉണ്ടോ അവൻ്റെ കൂടെയാണ് കർത്താവ് നിൽക്കുന്നത്. എല്ലാം പരിഹരിക്കാൻ നിന്നെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് എല്ലാത്തിനും മറുപടിയുണ്ട്. നീ ചെയ്യേണ്ട നിൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ നീ പ്രാർത്ഥിക്കേണ്ടത് ദൈവം വരണേ നിൻ്റെ ഹൃദയത്തിലെന്ന്. ഈ ഒരു കുറവ് നോക്കിക്കൊണ്ട് ഇത് നികർത്താൻ വേണ്ടി എൻ്റെ രക്ഷകനായ എൻ്റെ ദൈവമേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ പറഞ്ഞ് കർത്താവേ എൻ്റെ കുടുംബത്തിലെ എൻ്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസപരമാകാം, അതിർത്തി തർക്കമാകാം, വീടില്ലാത്ത അവസ്ഥയാകാം, വഴിയും വസ്തുവില്ലാത്ത അവസ്ഥയാകാം, ജോലിയില്ലാത്ത അവസ്ഥയാകാം, സാമ്പത്തിക തകർച്ചയാകാം. കർത്താവേ ഈ കുറവ് നിവർത്തിക്കൊണ്ട് നീ തന്നെ എൻ്റെ നാമത്തിൽ നിന്റെ നാമത്തിലെ എൻ്റെ ജീവിതത്തിലെ അഭിഷേകമായി അടയാളം കാണിക്കണമേ. എല്ലാവരും മുട്ട നിൽക്കുക. സംഭവന ആശീർവാദം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മറിയ, ആവേ